ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു. അതിൽ പാകിസ്ഥാന് നമ്മൾ വലിയ മേധാവിത്വം നേടി. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇതിലൊക്കെ തന്നെ പാകിസ്ഥാന് വലിയ മേധാവിത്വം ഉണ്ടെന്ന രീതിയിലാണ്. ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിക്കുന്നു. നന്നായിട്ടുള്ള ആക്രമണമാണ്. ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു, 1000-ഓളം സ്ഥലങ്ങളിൽ ബോംബിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഇറാന് വലിയ മേധാവിത്വം ഉണ്ടെന്നാണ്. ശരിക്കും ഇന്ത്യക്കിട്ട് പണിഞ്ഞ അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചു കിട്ടിയെന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം അത് വന്ന് അതിനെ ഉറ്റുനോക്കുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു. അതായത് സിന്ദൂരിനകത്ത് ഇസ്രയേലിനെ മറികടന്ന യുദ്ധമാണ് ഇന്ത്യ. 7 ദിവസം കൊണ്ടാണെന്ന് തോന്നുന്നു ഇസ്രയേൽ ഒരു യുദ്ധം, അത് 5 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ യുദ്ധം ചെയ്ത് റെക്കോർഡിട്ട രാജ്യം ഇസ്രയേലാണ് നേരത്തെ. അതിനകത്ത് ഇപ്പം നമ്മളിതിനകത്ത് 5 ദിവസം കൊണ്ട് 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് നമ്മുടെ ഈ യുദ്ധം തീർന്നിരും. മാത്രവുമല്ല, ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത, അതിർത്തിയിൽ ഈ പരസ്പരം ഈ പട്ടാളക്കാർ തമ്മിൽ ഉള്ള പോരിനകത്ത് നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ചില ഷെല്ലാക്രമണത്തിൽ ചില മരണം നടന്നതല്ലാതെ എന്തു പറ്റി ഇന്ത്യക്ക്? ഒന്നും പറ്റിയില്ല. കാരണം ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു മിസൈലോ നമ്മുടെ തന്ത്രപ്രധാനമായിട്ട് സ്ഥലങ്ങളിൽ ഒന്നും ഇടാൻ സാധിച്ചില്ല. ഇവരെ ഏറ്റവും വലിയ തുർക്കിയുടെ ഡ്രോണുകളെ, ചൈനയുടെ ഏറ്റവും വലിയ F-16 അതല്ലേ ഇന്നത്തെ മിസൈൽ, നമ്മുടെ ബ്രഹ്മോസിന് അതിനെയൊക്കെ നമ്മൾ ജീവനെ പിടിക്കുക, അതായത് ജാം ചെയ്ത് പിടിച്ച് അവരുടെ ടെക്നോളജി നമ്മുടെ കയ്യിലായി പോയി. മനസ്സിലാവുന്നു ഇങ്ങനത്തെ ഒരു സാധനം. അതുപോലെ എത്ര വിമാനങ്ങൾ അവരുടെ പോയി. നമ്മളുടെ ഒരു വിമാനം പോയതായിട്ട് റെക്കോർഡില്ല. നമ്മുടെ വിമാനം പോയെന്ന് പറയുന്ന ആരാ? ഒന്ന് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹവും പറഞ്ഞില്ല, വ്യക്തത വരുത്തി പറഞ്ഞില്ല വിമാനം ഇത്ര എണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ ആയെന്നെങ്കിൽ വിചാരിച്ചോട്ടോ, ഇന്ത്യക്കാണെന്നല്ലോ വിമാനവും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്, ഇന്ത്യക്കാണെന്ന് വിചാരിച്ചോട്ടോ വിചാരിച്ചു. അവസാനം ഇപ്പോഴും ഇന്ത്യയെ താറടിക്കാൻ യുദ്ധം നിർത്തിയത് ഞാനാ, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവ യുദ്ധം ഉണ്ടാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ താറടിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഒരു അല്ലെങ്കിൽ സ്ഥിരം പരിപാടി. അമേരിക്ക അല്ലാതെ അല്ലെങ്കിൽ മറ്റേത് രാജ്യങ്ങളായാലും അവർക്കൊരു ഹൈപ്പ് ഉണ്ടാകുന്ന വിഷയത്തിൽ മാധ്യമങ്ങളെ, അമേരിക്കൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇതേ രീതിയിൽ നമ്മളെ അടിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടിരിക്കുന്നവർ. ചൈനയകത്ത് വലിയൊരു കളി കളിച്ചു. അറിയാമോ? ചൈനയായിരുന്നല്ലോ സെക്കൻഡ്, അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ. ഇന്ത്യക്ക് പരാജയം പറ്റി എന്നുള്ള രീതിയിൽ വാർത്ത ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ വീഡിയോസ് ഉണ്ടാക്കുന്നതിനും ചൈനയാണ്. അതൊരു പരിധിവരെ വിജയിച്ചു. പിന്നെ നമുക്കത് ബോധ്യപ്പെടുത്തി നമ്മുടെ പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്തി പറയേണ്ടി വന്നു. നമ്മുടെ S-400 പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പോയതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ ഓർമ്മയില്ലേ? അതായത് നമുക്ക് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ച് ഈ പറഞ്ഞ മാധ്യമങ്ങളെ കൊണ്ട് തിരിച്ചു പറയാൻ സാധിച്ചെങ്കിലും നമ്മൾ പറയത്തില്ലേ, കള്ളം സത്യം ചെരുപ്പിടുമ്പോഴത്തേന് കള്ളം ലോകത്തിനെ ചുറ്റി വരുമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇപ്പോഴും കിടപ്പുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്തെങ്കിലും ആ ഒരു ഇന്ത്യക്കാണ്ട് പറ്റിപ്പോയതുപോലെ എന്നുള്ള കിടപ്പുണ്ട്. ഇപ്പോൾ അതേ പ്രശ്നം അമേരിക്ക അനുഭവിക്കുന്നത്. കൂടുതൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള രീതി പറഞ്ഞാൽ എവിടാ ഇതിനകത്ത് എവിടാ ഇറാൻ ജയിച്ചത്? ഇറാനെ അടിച്ച് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുക. ഇറാനാണെങ്കിൽ കണ്ണുപൊട്ടം വടിയെടുത്ത് കറക്കുന്ന പോലെ കറക്കിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ പറഞ്ഞു പലയിടത്തും GCC രാജ്യങ്ങളൊക്കെ നാശനഷ്ടം അത്യാവശ്യം പ്രതിരോധിച്ചതിന് ശേഷവും ഒരുപക്ഷെ ഈ പറയുന്ന അതിൻ്റെ പാർട്സുകൾ വീണ് കത്തുന്നും ഒക്കെ ഉണ്ട്. ഇപ്പോൾ GCC രാജ്യങ്ങളിൽ കുഴപ്പമാണെന്ന് ഇവിടുത്തെ റിപ്പോർട്ടറും 24-ഉം മറ്റൊരു മറിച്ചതും ഒക്കെ പറഞ്ഞു. ഇന്നലെ യൂസഫ് അലി ഉൾപ്പെടെ പറഞ്ഞു. ഇന്ന് അവിടുന്ന് നമ്മുടെ വിമാനം നമ്മുടെ ഇടപെടൽ കൊണ്ട് അവിടുന്ന് ആൾക്കാരെ കയറ്റി വിട്ടുന്ന വിമാനത്തിൽ വന്നവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയാൻ വയ്യ, അവിടെ ഈ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ GCC രാജ്യങ്ങളിൽ ഈ മിസൈലുകൾ വിടുന്നുണ്ടെങ്കിലും അത് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിനിടയ്ക്കൂടെ ചിലതൊക്കെ വീഴുന്നുണ്ട്. ഞാനീ പറഞ്ഞത് ഇപ്പം ഇത്രയും പ്രശ്നമില്ലാതെ അല്ലെങ്കിൽ ഇറാന് കുഴപ്പം വരുന്ന, ഇറാൻ എന്ത് കാണിച്ചൊക്കെ ഇറാനൊരു ഹൈപ്പ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴും ഇപ്പം അമേരിക്കക്കെതിരെയായ യുദ്ധം, ഇസ്രായേൽ തോറ്റുപോയതുപോലെ യുദ്ധം. കാരണം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വാർ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഫയറിനകത്താണ് കുവൈറ്റിലെ 2 J-50 അല്ലേ, J-50 അല്ലേ വിമാനങ്ങൾ തകർന്നു വീണു കുവൈറ്റിൽ നിന്ന്. അതായത് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയൊരു ഇതാണ് പേട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞാൽ നമ്മുടെ സാധനവും വേറെ തന്നെ സാധനവും തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ അതിൻ്റെ റഡാർ സംവിധാനം അല്ലെങ്കിൽ അത് ഇപ്പം നമ്മുടെ വിമാനത്തിൻ്റെ മണ്ടയിൽ കൂടെ പോയാൽ അതും കൂടെ അത് മിസൈൽ ചെയ്യുന്ന തട്ടിയിടുക എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. ഇത് 2 അമേരിക്കയുടെ വിമാനം പോയപ്പോൾ ഈ പ്രതിരോധ സംവിധാനം ഇതിനെ അടിച്ച് തറയിലിട്ടിരിക്കുക. അപ്പം പേട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കുറച്ച് പഴക്കമുള്ളതാണെങ്കിലും അമേരിക്കയുടെ ഏറ്റവും ലോകത്ത് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് ഉള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇത് വെച്ചണക്കെയും GCC രാജ്യങ്ങളിൽ പലയിടത്തും മിസൈൽ കടന്നു കയറുന്ന ഒരവസ്ഥ വരുമ്പോൾ ലോകത്ത് 4 ദിവസം കൊണ്ട് ലോകത്തെ നമ്പർ 1 ആയുധ കച്ചവടക്കാരായിട്ടുള്ള ഈ ചൈനയുടെയും ഒരുപക്ഷെ
പാകിസ്ഥാൻ്റെ തുർക്കിയുടെ ഒക്കെ ഡ്രോണുകൾ അല്ല ആധുനിക സംവിധാനത്തിലുള്ള വിമാനങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് ഒരു മിസൈലിനോ ഒരു ഡ്രോണിനോ ഇവിടെ കയറാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് നാളെ കാലത്തെ ഗുണം വരും. അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കുന്ന GCC രാജ്യങ്ങൾ നാളെ കാലത്ത് ഇന്ത്യയുടെ അടുത്ത് ഒരു പക്ഷേ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ലെങ്കിൽ ആയുധങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് ഇന്ത്യയുടെ ആണ് എന്നുള്ള രീതിയിലേക്കൊരു തോന്നൽ വന്നുകൂടായികയില്ല. കാരണം പൂർണ്ണമായിട്ടും പ്രതിരോധ സംവിധാനം എന്ന് പറയാൻ എന്തോ സിനിമ നമ്മൾ എത്ര പറയുമ്പോഴും ഒന്നുപോലും നമ്മുടെ അയ്യത്ത് വീഴാതിരിക്കുക. ഒന്ന് വീണാലും പ്രശ്നമാണല്ലോ. കാരണം തകരേണ്ട കാര്യമല്ലോ. നല്ലൊരു മിസൈൽ വീണാൽ ഒരു ഏരിയ മൊത്തം ഒന്നുപോലും നമ്മുടെ അയ്യത്ത് വീഴാതിരിക്കുക എന്നുള്ള പ്രതിരോധ സംവിധാനം. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യക്കുണ്ട്. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മാത്രമായിട്ടുണ്ട്. ഇന്ത്യക്ക് അതിനൊക്കെ കഴിയും എന്നുള്ള രീതിയിലേക്ക് വരും. കാരണം S-400 ഉള്ള ഈ റഷ്യ നമുക്ക് തന്നിട്ടുണ്ട്. S-400 സോഴ്സ് കോഡ് തന്നിട്ടുണ്ട്. നമ്മളതിനകത്ത് വേറെ സംവിധാനങ്ങൾ ചേർത്ത് സുദർശനേക്ര എന്ന് പറഞ്ഞുകൊണ്ട് അസംബ്ലി സിസ്റ്റമായിട്ട് S-400 റഷ്യക്ക് പലയിടത്തുനിന്ന് അടി കിട്ടുക ഉക്രൈൻ്റെ ഭാഗത്തും. അപ്പോൾ S-400 അല്ല, അതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിൻ്റെ കൂടെ ഇവിടുത്തെ ചില സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ചില ടെക്നോളജികളാണ് ലോകത്തെ വെല്ലുവിളിക്കുന്നതെന്നുള്ള രീതിയിലേക്ക് ഈ യുദ്ധം ഇന്ത്യക്ക് പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും അമേരിക്കയ്ക്കിട്ട് പണിയും GCC രാജ്യങ്ങൾ അലറി വിളിച്ച് ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ ഈ യുദ്ധം പരിസമാപ്തിക്കും എന്ന് വേണം. എന്ത് വന്നാലും മോദിക്കും ഇന്ത്യക്കും ഗുണമാകുന്ന പോലെയും നേട്ടമാകുന്നത് പോലെയും ഒക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ശരിക്കും ഇന്ത്യയുടെ തലസ്ഥാനം ഇപ്പോൾ നമ്മൾ ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തി. അന്ന് തുർക്കിയാണ് കൊടുത്തിരുന്നത്. ഈ തുർക്കിയുടെ ഡ്രോണും പാകിസ്ഥാന് ചൈന കൊടുത്ത മിസൈൽ ഇതെല്ലാം തന്നെ വിട്ടിരുന്നു. പക്ഷേ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത്രയും പവർഫുൾ ആയതുകൊണ്ട് അടിച്ചില്ല. PS-400 റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് നമ്മൾ ആകാശം എന്ന് പറയുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിച്ചു. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാം. അതാണ് നമ്മളത് തകർത്ത് കളഞ്ഞത്. അന്ന് കണ്ടപ്പോഴാണ് ഗൾഫ് രാജ്യങ്ങൾ അന്നേ ചിന്തിച്ചു ഇന്ത്യയുടെ കൊള്ളാലോ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കൊള്ളാലോ, ഇതൊക്കെ മേടിച്ചാലോ എന്ന് ചോദിച്ചു. പക്ഷേ അവർക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം അമേരിക്കൻ സാമന്ത രാജ്യങ്ങൾ എന്നാണ് ഈ ഗൾഫ് രാജ്യങ്ങളെ അറിയപ്പെടുന്നത്. അമേരിക്കൻ രാജ്യത്തു നിന്ന് ആയുധം മേടിച്ചോണം, അമേരിക്കയ്ക്ക് പൈസ കൊടുത്തോണം, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ ആക്രമിച്ചപ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇപ്പം ഈ ഖത്തറിലാണ് ഈ പറയുന്ന ഏറ്റവും വലിയൊരു റഡാർ സംവിധാനമുള്ളത്. അതായത് ഏതെങ്കിലും രാജ്യത്തു നിന്ന് ഒരു മിസൈൽ വരികയാണെങ്കിൽ ഒരു വാൺ ചെയ്യുന്ന അലാം അടിക്കും. ഈ അലാം അടിക്കുന്നതനുസരിച്ചാണ് ബാക്കി അതിനെ പ്രതിരോധിക്കുന്ന എല്ലാ ആളുകൾ രക്ഷപ്പെടുന്നത്. ഈ സംവിധാനത്തെയാണ് ഇറാൻ്റെ മിസൈൽ തകർത്തത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 5000 കിലോമീറ്റർ ദൂരെ നിന്ന് പോലും മിസൈലുകളെ കണ്ടെത്താനുള്ള റഡാർ സംവിധാനത്തെ തകർത്ത് കളഞ്ഞു. പക്ഷേ ഇന്ത്യയുടെ സംവിധാനം അതല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ ഇനി ഈ അറബ് രാജ്യങ്ങൾ വിചാരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് സൗഹൃദം ഉണ്ടാകാം. കാരണം പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ മേടിക്കുന്നല്ലോ. ഇന്ത്യക്കും ഗുണമാണ്, കാരണം നമുക്ക് കച്ചവടം കിട്ടും. എല്ലായ്പ്പോഴും അമേരിക്ക യുദ്ധം ഉണ്ടാക്കുന്നത് അവരുടെ ആയുധ കച്ചവടത്തിലാണ്. പക്ഷേ ഇപ്പം എന്ത് പറ്റിയതിൽ അമേരിക്കയുടെ ആയുധം തീർന്നു പോകാം. കാരണം ഈ ഇപ്പം 35,000 രൂപ മുടക്കിയിട്ട് ഈ പറയുന്ന ഇറാൻ ഒരു ഡ്രോൺ ഉണ്ടാക്കുന്നു. അത് കൊണ്ടുവന്ന് നമ്മൾ ഈ പറയുന്ന ഇവർക്ക് നേരിടും. ഇവരത് തകർക്കാനായിട്ട് 4 ലക്ഷം രൂപയുടെ പ്രതിരോധ സംവിധാനം. അപ്പം പൈസ കൂടുതൽ അമേരിക്കയിൽ നിന്ന് ചിലവാകുന്നു, ആയുധങ്ങൾ ചിലവാകുന്നു. ഇറാൻ ഉള്ളത് കിട്ടുന്നതും കിട്ടിക്കോട്ടെ എന്ന് പറയുള്ളത് വെച്ച് അടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ അടിക്കുന്നത് മാത്രം വാർത്തകളിൽ വരുന്നു. അമേരിക്കയും ഈ പറയുന്ന ഇസ്രായേലും എന്ത് ചെയ്യുന്നു എന്നറിയാത്തൊരവസ്ഥയാണ്. ഇക്കണക്കിന് യുദ്ധം ഇനിയും ഒരു 4 ആഴ്ച കൂടെ നീണ്ടു നിന്നാൽ അമേരിക്ക സാമ്പത്തികമായിട്ട് പാപ്പരാകും. അമേരിക്കൻ ജനത ഡൊണാൾഡ് ട്രംപിനെതിരാകും. ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇപ്പോൾ കഴിയുമെന്നറിയില്ല. ഇപ്പോൾ ഇറാന് പുതിയ ഭരണാധികാരി വരുന്നുണ്ട്. അതായത് അയത്തുള്ള അലി ഖമനയുടെ മകൻ മൊജ്തബ ഖമനൈ വന്നു കഴിഞ്ഞാൽ അച്ഛനേക്കാൾ വലിയ മതഭീകരനാണ്. എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.